സാഹചര്യത്തിൽ എനിക്ക് ചെന്നത് വളരെ നന്ദി, നമസ്കാരം. എന്നും എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടാകും. വണ്ടി ഉഷാറാണ്, പൊരുത്തപ്പെട്ടു, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഓക്കെ, നമുക്ക് അത് എഴുതിയതിൻ്റെ ശേഷം എന്താ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ തരാൻ റെഡിയാണ്. മോളെ ഒരു പേപ്പറും കൂടെ വേണ്ടി വരും കേട്ടോ. നമസ്കാരം, സന്തോഷം വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. പൊന്നാനിയുടെ അടുത്തുള്ള കറുകതിരുത്തി എന്ന സ്ഥലത്താണ്. ഒരു ഓട്ടോറിക്ഷ കൊടുക്കാനുള്ള ഒരു വളരെ അർഹിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുകയും ഒരു ഇക്ബാലാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്. മുസ്തഫാജി ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു കറക്റ്റ് ഒരു ഐഡിയ എനിക്ക് തന്നു. എന്തായാലും എനിക്ക് നല്ലൊരു കാര്യമാണ് സാറ് ചെയ്തു തന്നിരിക്കുന്നത്. കാരണം ഒരുപാട് ആളുകളോട് ഞാൻ പറഞ്ഞതാണ്. ലാസ്റ്റ് ഈ സാറിൻ്റെ കയ്യിലെത്തി. സാറിന് നല്ലൊരു മനസ്സിന് ഞാൻ അഭിനന്ദിക്കുന്നു. എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്താണ് എന്തോ ഒരു അപകടം പറ്റി? ആക്സിഡൻ്റ് ആയതാണ്. അതിന് കാലിൻ്റെ സ്റ്റീല് ആണ്, അത് ലെഫ്റ്റൊക്കെ പൊട്ടിയിട്ട്. എത്ര വർഷമായി? അതിപ്പോൾ ഒരു 3 വർഷമായി. അയാൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന അതുകൊണ്ടാണ് ശരിക്കും എഴുതാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. 10-ാം വാർഡ് പുറമ്പോക്ക് ഭൂമിയിലാണ് ജീവിക്കുന്നത്. സ്വന്തം വീടൊന്നുമില്ല, പുറമ്പോക്ക് ഭൂമിയാണ്. ആ മുജീബ് ഇതിന് ഈ പഞ്ചായത്തിലൊന്നും കൊടുത്തില്ല, ലൈഫിലൊന്നും കൊടുത്തില്ല? കൊടുത്തിട്ടില്ല. അപ്പോൾ കൊടുത്തില്ലെന്നല്ലാതെ ഒന്നും ശരിയായിട്ടില്ല. പിന്നെ ശരിയാവുന്ന വിചാരിച്ച് 4 കുട്ടികളുണ്ട്. 5 പെണ്ണും 2 കുട്ടികളെ കല്യാണം കഴിഞ്ഞു. 3 കുട്ടികളുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ട് പോവാണ്. വൈഫിന് ജോലി ഉണ്ടോ? ഇല്ല, ജോലിയൊന്നുമില്ല. വീട്ടിൽ തന്നെ പിന്നെ വാടക വണ്ടിയാണ് ഒട്ടിണ്ടിരുന്നത്. ഇനിയിപ്പോൾ അയാൾക്ക് കിട്ടുന്നത് 10 രൂപയാണെങ്കിലും അല്ലേ, ഒരു കുടുംബം സംരക്ഷിക്കാനുള്ള ഒരുപാട് ചാരിറ്റിയുള്ള ആളാണ്. വളരെ സന്തോഷമായിട്ട് നമ്മുടെ തീരദേശ മേഖലകളിലൊക്കെ ഒരുപാട് ഇദ്ദേഹം എന്നെ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ വിചാരിച്ച വണ്ടി കിട്ടാതെ വന്നപ്പോൾ മുജീബ് ഇങ്ങനെ എന്നെ വിളിക്കും. ഞാൻ മുജീബെ സന്തോഷം വേണ്ടി ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ നിനക്കൊരു വാക്ക് തന്നിട്ടുണ്ട് അല്ലേ. പൊന്നാനി വിട്ടു പോകുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം പൊന്നാനി ഒട്ടനവധി കാരുണ്യ പ്രവർത്തനം ചെയ്തു വന്നിട്ടുണ്ട്. എൻ്റെ യൂറോപ്പിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ തീരദേശ മേഖലകളിൽ വളരെ പ്രയാസപ്പെടുന്ന പല കുടുംബത്തിനും ഒരു നേരം ഭക്ഷണം കിട്ടാതെ വളരെ പ്രയാസപ്പെട്ട് കഴിഞ്ഞിരുന്ന പല കുടുംബങ്ങൾക്കും ഇദ്ദേഹം വന്ന് ഒരുപാട് സാധനങ്ങൾ എൻ്റെ സാന്നിധ്യത്തിൽ കൈമാറിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുജീബ് ഇതിന് അർഹതപ്പെട്ട ഒരാളാണ്. മുജീബിനെ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മുജീബിന് എനിക്കറിയാം. ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് മുജീബിന് ചിലപ്പോൾ എന്നെ അറിഞ്ഞെന്ന് വരില്ല. ആദ്യം മുജീബിനെ കൊണ്ടുവരുന്നതും മുജീബിന് വേണ്ടി എന്താ പറയുക, പല കാരുണ്യ പ്രവർത്തനങ്ങളിലും പല ലെവലിലും മുജീബിന് വേണ്ടി പല ആളുകളും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മുജീബ് നേരത്തെ പറഞ്ഞത് വളരെ സത്യമായൊരു കാര്യമാണ്. കാരണം മുജീബിന് ഒരു വണ്ടി എടുത്തു കൊടുക്കാൻ ആരെക്കൊണ്ട് ഇതുവരെ പറ്റിയിട്ടുമില്ല. എന്തായാലും ഈ നല്ല മനസ്സിൻ്റെ ഉടമയ്ക്ക് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇദ്ദേഹം വളരെയധികം തിരക്ക് മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ കാര്യത്തിൽ വന്നിരിക്കുന്നത്. ഷൂട്ടിങ്ങുണ്ട്, നാളെ മറ്റന്നൊക്കെ വർക്കാണ്, എറണാകുളത്തേക്ക് പോകേണ്ട ആളാണ്. പക്ഷേ എന്നെ വിളിച്ച് പറഞ്ഞു, മുസ്തഫക്ക ഇന്ന് തന്നെ നമുക്ക് മുജീബിന് ആ വണ്ടി കൈമാറണം. അപ്പോൾ അത് ഒരുപാട് നന്ദി ഞാനും അറിയിക്കുകയാണ് എൻ്റെ ഭാഗത്തു നിന്ന്. അതോടൊപ്പം മാക്സിമം സഹകരിച്ചു എന്ന് മനസ്സിലായി. അല്ലാണ്ട് ഈ പൈസക്കൊന്നും അദ്ദേഹം തരേണ്ടതല്ല. അപ്പോൾ ഇനി അല്ലേ വണ്ടിയൊക്കെ മര്യാദയ്ക്ക് ഓടിച്ചുകൂടുക. ഇനി ഉറങ്ങിയിട്ടൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, റോങ്ങായിട്ടൊന്നും ചെയ്യരുത് എപ്പോഴും അല്ലേ. മറ്റേ നമ്മളെ വണ്ടിയാണെങ്കിൽ അല്ല, അത് മറ്റേ നിങ്ങളുടെ മനസ്സിലൊരു സാധനം വേണം. നാളെ വണ്ടി ഓടിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയത് വേറെ ആൾ എന്നെ വിളിച്ച് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. ശരി, ഞാൻ പറഞ്ഞ 2 മിനിറ്റ് ലേറ്റ് ആയാലും വണ്ടി അല്ല ക്ഷമയോടെ നിന്നുകൂടുക, അല്ല വെറുതെ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി.